സമ്പ്രദായം ആദിനാഥനായിരിക്കുന്ന അല്ലെ സദാശിവ രൂപത്തിലിരിക്കുന്ന സ്വച്ഛന്ത ഭൈരവനായിരിക്കുന്ന തന്നെ ഉത്ഭവിച്ച് വന്ന അയോനിജനായി ജനിച്ച ഭൈരവൻ്റെ 5 മുഖങ്ങളും 18 കൈകളുമായിട്ടാണ് ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നത്. അതിൽ 5 മുഖങ്ങളിൽ നിന്നുമായിട്ടാണ് ഈ തന്ത്രവിദ്യ ഉത്ഭവിച്ച് വന്നത് എന്ന് പറയുന്നുണ്ട്. 5 മുഖം എന്ന് പറയുമ്പോൾ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, പിന്നെ ഈശാനൻ മുകളിലേക്ക് ആണ്. ഈ മുഖത്ത് നിന്ന് ഉത്ഭവിച്ച് വന്നതിനെ ആഗമികങ്ങൾ എന്നുമാണ് പറയുന്നത്. അപ്പറായിട്ടുള്ള മുകളിലത്തെ മുഖം ഈശാനനായും കിഴക്കോട്ടുള്ള മുഖത്തെ തൽപുരുഷനായും തെക്കോട്ടുള്ള മുഖത്തെ അഘോരനായും വടക്കോട്ടുള്ള മുഖത്തെ വാമദേവനായും പടിഞ്ഞാട്ടുള്ള മുഖത്തെ സദ്യോജോതനായുമാണ് പറയുന്നത്. അപ്പർ മുഖത്തും ഈശാന മുഖത്തു നിന്നും മന്ത്രമാർഗങ്ങളും തൽപുരുഷ മുഖത്തു നിന്നും ആദിമാർഗവും അഘോര മുഖത്തു നിന്നും ആധ്യാത്മിക മാർഗവും വാമദേവ മുഖത്തു നിന്നും വൈദികങ്ങൾ കലർന്ന മാർഗങ്ങളും പടിഞ്ഞാറ് മുഖത്തു നിന്നും സദ്യോജോത മുഖത്തു നിന്നും ലൗകികങ്ങളായിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങളും ഉത്ഭവിച്ചതായിട്ട് പറയുന്നു. ഇത് ഒരു ഡിവിഷനാണ്. ഇതുപോലെ അനവധിയായിട്ടുള്ള ഈ തന്ത്ര സമ്പ്രദായങ്ങൾക്ക് അനവധി ഡിവിഷൻസ് പല രീതിയിൽ പറയുന്നുണ്ട്. ഇത് നിശ്വാസ തത്വ സംഹിതയിലാണ് ഇങ്ങനെ പറയുന്നത്. ഈ 5 മുഖങ്ങൾ ഭഗവാന്റെ 5 എനർജീസിനെ പവർഫുള്ളായിട്ട് ഈ പ്രപഞ്ചത്തെ നടത്തുന്ന, പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ അല്ലെ ഒരു സാധകന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള 5 വ്യത്യസ്തമായിട്ടുള്ള എനർജിയെ കാണിക്കുന്നു. ഒന്നാമത്തേത് ചിത് ശക്തി, രണ്ടാമത്തത് ആനന്ദശക്തി, ഏറ്റവും മേളിൽ ആനന്ദശക്തിയാണ്. ആനന്ദശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഈ 5 ശക്തികളെയാണ് ഈ 5 മുഖങ്ങൾ സൂചിപ്പിക്കുന്നത്. ദ്രാവിഡ ദേശമാണ് ശൈവ ദേശമെന്നും അല്ലെങ്കിൽ ദ്രാവിഡന്മാരുടെ ആരാധ്യമൂർത്തിയാണ് ശിവനെന്നും വൈദികരുടെ ആര്യന്മാരുടെ ആരാധനാമൂർത്തിയാണ് വിഷ്ണു എന്നും വൈദികവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്നും ഒക്കെ പറയുന്നതൊക്കെ വാസ്തവത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണ്. അത് വെറുതെ കപോലകൽപ്പിതമായിട്ടുള്ള കാര്യങ്ങളാണ്, ഫാൾസ് ഡയലമ ക്രിയേറ്റ് ചെയ്യുന്നതുമാണ്. നമ്മൾ ആ വിഷയങ്ങളൊക്കെ നന്നായിട്ട് ഇനിയുള്ള 3-4-5 ക്ലാസ്സുകളിലായിട്ട് നന്നായിട്ട് ചർച്ച ചെയ്യും. ഋഗ്വേദത്തിലാണെങ്കിൽ പോലും ഋഗ്വേദത്തിൽ ഉഗ്രരൂപത്തിൽ ഭഗവാനെ പലയിടത്തായിട്ട് വർണ്ണിക്കുന്നുണ്ട്. രുദ്രൻ, നീലലോഹിതൻ, ത്രയംബകൻ എന്നൊക്കെയുള്ള പല പേരുകളിലാണ് അദ്ദേഹത്തെ അതിനകത്ത് ആരാധിക്കുന്നതും. ആര്യവൽക്കരണം വന്നപ്പോൾ ശിവനെ ബ്രാഹ്മണൻ പൂജിച്ചതാണെന്നും ക്ഷേത്രങ്ങൾ പലതും ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്നും അല്ലാതെ ദ്രാവിഡാചാരത്തിൽ കാവുകളിലുള്ള വെച്ചാരാധനയായിരുന്നു എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ ഇന്ന് നടന്നു പോകുന്നുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ ഒരു നാരോ മൈൻഡ് സെറ്റിൽ നിന്നും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ആൾക്കാർ ഇതൊക്കെ പ്രത്യേകിച്ച് ആധ്യാത്മികരായിട്ട് പറയുന്നവർ ഇതിനെ സാധകരുടെ ഇടയിൽ പോലും ഇതൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം അത് ആര്യവൽക്കരണവും അതായത് ഈ ദ്രാവിഡവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് മാറ്റുമ്പം വാസ്തവത്തിൽ നമുക്ക് സങ്കടം വരും. അത് ആര്യവൽക്കരണം എന്താണെന്നൊക്കെയുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ശൈവിസത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കൾട്ടുകളെക്കുറിച്ച് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനിയും വരുന്ന ഞാൻ പറയുന്നത് യുക്തിക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയുകയും ചെയ്യാം. തുറന്ന മനസ്സോടെ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എടുത്തിട്ട് കളയുക. ഗീത അവസാനിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞ പോലെ വ്യാമർശേത ശേഷേണ യഥേച്ഛസി തഥാഗുരു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് തള്ളിക്കളയുക, ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, മുന്നോട്ട് പോവുക.